നമസ്കാരം. നമ്മുടെ ജീവിതം നശിപ്പിക്കാനും അതിനെ സ്വർഗമാക്കാനും കഴിയുന്ന ഒരേ ഒരു ശക്തി നമ്മുടെ മനസ്സാണ്. ഒരു മനുഷ്യൻ പുറത്തേക്ക് എത്ര സ്ട്രോങ് ആയാലും അവൻ്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം ആരും കാണില്ല. ചിലപ്പോൾ നമ്മൾ ചിരിക്കുന്നത് പോലും ഫേക്കായിരിക്കും. എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും അകത്ത് 1000 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. മനസ്സ് അത് ഒരു കുഞ്ഞിനെ പോലെയാണ്. അതിനെ എങ്ങനെ പഠിപ്പിക്കുമോ അത് അങ്ങനെ തന്നെ മാറും. നമ്മൾ ദിവസവും കേൾക്കുന്നത് നെഗറ്റീവ് വേഴ്സ് ആണെങ്കിൽ മനസ്സും പയ്യെ പയ്യെ ഇരുണ്ടുപോകും. നമുക്ക് കഴിയില്ല, നമ്മൾ തോറ്റുപോകും, എൻ്റെ ജീവിതം അൺലെസ്സാണ്, യൂസ്ലെസ് ആണ്, ഇത്തരം വാക്കുകൾ ഒരിക്കൽ തമാശയായി കേട്ടാലും മനസ്സതെല്ലാം സത്യമെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷേ ഒരു ദിവസം നമ്മൾ നമ്മുടെ മനസ്സിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയാലോ? എനിക്ക് കഴിയും, ഞാൻ വിലയുള്ള ആളാണ്, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അന്ന് മുതൽ നമ്മുടെ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങും. കാരണം ജീവിതം മാറ്റുന്നതിന് മുൻപ് മനസ്സാണ് മാറേണ്ടത്. ചിലർ പണക്കാരാകുന്നു, ചിലർ പ്രശസ്തരാകുന്നു. പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ അവർക്കുള്ളിലെ ശൂന്യത ഒരിക്കലും നിറയില്ല. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ. എല്ലാവർക്കും നമ്മുടെ എനർജി കൊടുക്കരുത്. നമ്മളെ തകർക്കുന്ന ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക തന്നെ വേണം. സംടൈംസ് സൈലൻസ് ഈസ് സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾ പലപ്പോഴും പാസ്റ്റ് ഓർത്ത് കരയും, ഫ്യൂച്ചർ ഓർത്ത് പേടിക്കും, പക്ഷേ പ്രസൻറ്റിനെ നഷ്ടപ്പെടുത്തും. ജീവിതം വളരെ ചെറിയതാണ്. ഒരു ബാഡ് ഫേസ് കൊണ്ട് മുഴുവൻ ജീവിതവും അവസാനിച്ചിട്ടില്ല. സ്റ്റോം കഴിഞ്ഞാൽ ആകാശം വീണ്ടും തെളിയും പോലെ നമ്മുടെ ജീവിതവും ഒരു ദിവസം തെളിയും. പക്ഷേ അതുവരെ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കരുത്. നമ്മുടെ മനസ്സിന് റെസ്റ്റ് കൊടുക്കൂ. ഫോണിനേക്കാൾ കുറച്ച് സമയം നമുക്ക് തന്നെ കൊടുക്കൂ. സൈലൻ്റായിരുന്ന് നമ്മുടെ സോളിനെ കേൾക്കൂ. നമ്മൾ അന്വേഷിക്കുന്ന ഹാപ്പിനെസ് പലപ്പോഴും പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ഓർമ്മിക്കൂ, നമ്മൾ ബ്രോക്കൺ അല്ല, നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലാണ്. ഒരു ദിവസം ഇന്നത്തെ നമ്മുടെ പെയിൻ തന്നെ നാളെ മറ്റൊരാൾക്ക് ഹോപ്പാകും. മനസ്സിനെ ജയിക്കുന്നവൻ ജീവിതത്തെയും ജയിക്കും. താങ്ക് യു.